SNEC-യുടെ വിദ്യാഭ്യാസ സംവിധാനം വിജയിക്കുക എന്ന് മാത്രമല്ല, SNEC മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കൂടിയാണ്. കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പഠിഞ്ഞാൽ പിന്നെ ദീനൊക്കെ വലിച്ചെറിയണം, പിന്നീട് ദീനില്ലാത്തൊരു സമൂഹമാവണം എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ദീനിന്റെ ഉസൂലുകളിൽ, പാരമ്പര്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന തികഞ്ഞ വിദ്യാഭ്യാസമുള്ളവരാക്കി പ്രഗത്ഭരാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ കൃത്യമായ അജണ്ട SNEC-ക്കുണ്ട്. ഇന്നലെ ഞങ്ങൾ ഈ പ്ലസ് സ്ട്രീമുകളുടെ മാനേജ്മെന്റിന്റെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടെ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 3 വർഷമായി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ വർഷം SSLC എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. SSLC-യിൽ പൂർണ്ണ വിജയം നേടാൻ നമ്മുടെ ആത്മീയത അതേ അർത്ഥത്തിൽ നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ സിയും നമ്മുടെ വിശുദ്ധിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ SNEC-യിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായി SNEC തയ്യാർ ചെയ്ത ആ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ വിളിച്ച മാനേജ്മെന്റ് മീറ്റ്. അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വിഷയവും അതിന്റെ എക്സ്പേർട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അഖീദയിലെ എക്സ്പേർട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഫിഖ്ഹിന്റെ ഇമാമിങ്ങളെ നമ്മൾ അഖീദയിൽ ഇമാമാക്കാറില്ല. എന്തുകൊണ്ടാണ്? അഖീദയിൽ അതിൽ തഖസ്സുസ് ഉള്ളവരായിരിക്കണം എന്നതുപോലെ ഈ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം നൽകേണ്ടത് ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ബിരുദം എടുത്തു വന്നവരല്ല, ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരെ തന്നെ വെക്കണമെന്ന് കർശനമായ നിർദ്ദേശമാണ് SNEC-ക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളീൻ ഹത്തൽ ഹൂത് ഫിൽ ബഹർ വൻ നംല ഫി ജുഹരിഹാ ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും മാത്രമല്ല, അവന്റെ മലായികത്തുൽ കിറാം മാത്രമല്ല, വാഹിലസ് സമാവാതി വൽ അർളീൻ, ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും, മാളത്തിലെ ഉറുമ്പുകൾ പോലും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം എത്രയാണെന്ന് നമുക്കാർക്കും അറിയില്ല. ആ വിധത്തിൽ എണ്ണപ്പെടാൻ കഴിയാത്ത ആ മത്സ്യങ്ങളും ഒരു മാളത്തിലെ ഉറുമ്പിനെ പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ആ ഉറുമ്പുകൾ പോലും ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക, ഇവിടെ ഖൈർ നിലനിർത്തുക, ആ ആളുകൾക്ക് വേണ്ടി പ്രപഞ്ചമാസകലം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നാണ് അതിന്റെ കാരണം? മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടി, സമൂഹത്തിൽ നന്മ നിലനിർത്താൻ വേണ്ടി, വിശ്വാസം നിലനിർത്താൻ വേണ്ടി, ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന സമൂഹം, ആ സമൂഹത്തിന് വേണ്ടി മത്സ്യങ്ങൾ എന്തിനാണ് ദുആ ചെയ്യുന്നത്? അവർക്ക് ഈ പണ്ഡിതന്റെ ഫത്വ ആവശ്യമില്ല, അവർക്ക് ഈ പണ്ഡിതന്റെ പ്രസംഗം കൊണ്ടൊരു കാര്യവുമില്ല. ഉറുമ്പ് എന്തിനാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? ഉറുമ്പിന് ഈ പണ്ഡിതന്റെ ഫത്വ ആവശ്യമില്ല, അവന്റെ പ്രാർത്ഥന ആവശ്യമില്ല, അവന്റെ പ്രസംഗം കേൾക്കാൻ അവന് ആവശ്യമില്ല. ഇതൊന്നുമില്ലാത്ത ജീവജാലങ്ങൾക്കും ഈ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടിയും ആ സംവിധാനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഇതിലും വലിയ ഭാഗ്യം എന്താണുള്ളത്? വഅയ്യു മൻസിലത്തിൻ, ഏത് സ്ഥാനമാണുള്ളത്? മിൻ അൻ തസ്തഗിലൽ മലായിക, മലക്കുകളും ഭൂമി മുഴുവനും, ആകാശലോകത്തുള്ള മലക്കുകളും മുഴുവനും മറ്റുള്ള ജീവജാലങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ
ഇതിലും വലിയ സ്ഥാനമേതാണ് കിട്ടാനുള്ളത്? ഒരു ഉസ്താദിന്റെ, അല്ലെങ്കിൽ നാം ആദരിക്കുന്ന ഒരു തങ്ങളുടെ, അല്ലെങ്കിൽ ഒരു ആരിഫായ മനുഷ്യന്റെ, ഒരു സൂഫിയായ മനുഷ്യന്റെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി നാം തിക്കും തിരക്കും കൂട്ടാറുണ്ട്. അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി നാം മൈലുകൾ താണ്ടി യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടി ലോകം മുഴുവനും ഇങ്ങോട്ട് ദുആ ചെയ്യുന്നു. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്, ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഈ പ്രപഞ്ചം നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. എന്നും നന്മയും തിന്മയും തമ്മിൽ ഇവിടെ സംഘർഷമുണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വിഭാഗം നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ മറ്റൊരു വിഭാഗം തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പൈശാചികമായ പ്രവണതകളിലേക്ക് ക്ഷണിക്കുമ്പോൾ മലക്കാനിയായ നന്മകളിലേക്ക് ക്ഷണിക്കുന്നു. ഇത് രണ്ടിന്റെയും മുഅ്തറക്കാണ്. ഇത് രണ്ടിന്റെയും സംഘർഷവേദിയാണ് ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അവിടെ എന്ന് ആത്മീയത ഇല്ലാതെയായോ, നന്മകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടോ, അന്ന് ഈ ലോകത്തിന്റെ അന്ത്യമാണ്. ഈ ലോകം അന്ന് നശിക്കും. അതുകൊണ്ട് സമുദ്രത്തിലെ മത്സ്യത്തിനറിയാം, മാളത്തിലെ ഉറുമ്പുകൾക്കറിയാം, ഞങ്ങളുടെ നിലനിൽപ്പ് ഇവിടെ ഖൈറ് നിലനിൽക്കുന്നതിലാണ്, ഈ ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുന്നതിലാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ ഇല്ലാതെയായാൽ അന്ന് ലോകം നശിച്ചു, സമുദ്രം നശിച്ചു. അന്ന് പിന്നെ മത്സ്യങ്ങളുമില്ല, ഉറുമ്പുമില്ല. ഈ നന്മകൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ ഏറ്റുമുട്ടലിന്റെ ലോകത്ത് നന്മയെ സമർത്ഥിക്കുന്ന, നന്മക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്ന, നന്മക്ക് വേണ്ടി സമർപ്പിത ബോധമുള്ള ഒരു പണ്ഡിതന്മാരും അതിനുവേണ്ടി സേവനം ചെയ്യുന്ന ഉമറാക്കളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കൂ. അല്ലെങ്കിൽ അജ്ഞതയും അരാജകത്വവും ധാർമ്മിക ച്യുതിയും ഇവിടെ അരങ്ങു വാഴുകയും അള്ളാഹുവിന്റെ കോപത്തിനിടയാവുകയും ഈ ലോകം നശിക്കുകയും ചെയ്യും. ഈ ഭൂമി, ഈ ഖിയാമത്ത് നാള്, ഈ ലോകത്തിന്റെ അന്ത്യമുണ്ടാവുകയില്ല. ഭൂമിയിൽ അല്ലാ 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 എന്ന് പറയുന്ന ആളുകളുള്ള കാലത്തോളം. അതില്ലാതെയാകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്ലാ അല്ലാ എന്ന് പറയുകയും അതിന്റെ മൂല്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സമുദ്രത്തിലെ മത്സ്യവും ഭൂമിയിലെ മാളങ്ങളിലെ ഉറുമ്പുകളും അടക്കമുള്ള സകല ജന്തുജാലങ്ങളും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം. ഇതാണ് ഇവിടെ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മകളും തിന്മകളും ഏറ്റുമുട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, ജഅലഹുമുല്ലാഹ്, അല്ലാഹു അവരെ ആക്കി മഫാത്തിഹൽ ഖൈർ, നന്മകളുടെ താക്കോലാക്കി, തിന്മകളുടെ ലോക്കുമാക്കി അവരെ. തിന്മകൾ അവർ അടക്കം വെക്കുന്നു, തിന്മകൾക്ക് അവർ പൂട്ടിടുന്നു, നന്മകളുടെ കവാടം അവർ തുറന്നു കൊടുക്കുന്നു. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അവർ തിന്മയുടെ കവാടം തുറന്നു വിടുന്നു, നന്മയുടെ കവാടം അവർ പൂട്ടുവെക്കുന്നു, അതില്ലായ്മ ചെയ്യുന്നു. ഈ രണ്ട് തരം ജനങ്ങൾ ഇവിടെ ഉണ്ടാകും. തിന്മയുടെ ലോക്കും തിന്മയുടെ പൂട്ടുകളും നന്മയുടെ താക്കോലുമായി അല്ലാഹു നിശ്ചയിച്ച ആളുകൾക്കാണ് സകല സന്തോഷവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ച് ഈ മണ്ണിൽ ഇതാ ഒരു നന്മക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. തിന്മയുടെ കവാടം ഇവിടെ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് സേവനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. സിറാജ് ഫൈസിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചപ്പോൾ SNECയുടെ ഇൻസ്പെക്ഷൻ വരുമ്പോഴും അതിനുശേഷം ഞാൻ ഇവിടെ സന്ദർശിച്ചപ്പോഴും ഞങ്ങളൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. SNECയുടെ സ്വഭാവം അനുസരിച്ച് പൂർണ്ണമായി അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായെന്ന് നമ്മുടെ പ്രോസ്പെക്ട്
അപ്പൻഡിക്സ് പ്രസിദ്ധീകരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ ഒരു സ്ഥാപനത്തിന് അഫിലിയേഷൻ കൊടുക്കാറില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അതവർ ചെയ്തുകൊള്ളുമെന്ന് ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒന്നുമാകാത്ത സമയത്ത് പോലും ഇത് പൂർത്തീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഈ സ്ഥാപനത്തിന് ഞങ്ങൾ അംഗീകാരം നൽകിയത്. അതിന്റെ തുടങ്ങുന്നതിന്റെ നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നു. അപ്പോഴും ഞാൻ ആശങ്കയിലായിരുന്നു. തങ്ങൾ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ അഫിലിയേഷൻ കൊടുത്തു, ഈ കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തു, ഇനി എന്തായിരിക്കും ഭാവി എന്ന് വല്ലാതെ ആകുലപ്പെട്ടു, ആശങ്കപ്പെട്ടു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് സിറാജ് ഫൈസിയും എന്നല്ല ഇതിന്റെ പണിയേറ്റെടുത്തുള്ള കോൺട്രാക്ടർ ഒരു അമുസ്ലിം സുഹൃത്താണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പ് എല്ലാ പണിയും പൂർത്തീകരിച്ചുകൊണ്ട് താക്കോല് തരുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിച്ച് ഈ ത്യാഗത്തിന്റെ ഫലമായി, ആ ആത്മാർത്ഥതയുടെ ഫലമായി, ആ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു നന്മയുടെ പൂങ്കാവനം ഇവിടെ വിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരുപാട് പൂക്കളുകൾ പൂക്കേണ്ടതുണ്ട്, ഒരുപാട് നന്മകളുടെ പൂച്ചെണ്ടുകൾ ഇവിടെ നിന്ന് വളരേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ SNEC എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പുതിയ സംവിധാനം, അത് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നാണ് അതിന്റെ പൂർണ്ണ നാമം, അഥവാ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. കർണാടകയിലുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളുമായി കോപ്പറേഷൻ ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് കാശ്മീരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് സ്ഥലത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 3 വർഷം കൊണ്ട് ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കൂടി എണ്ണമെടുത്താൽ ഏകദേശം 5000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹത്തായ ബൃഹത്തായ അതിവിശാലമായ ഒരു സംവിധാനമായി 4ാമത്തെ വർഷത്തിൽ 1ാം മാസം കഴിയുമ്പോൾ ഈ SNEC എത്തിയിരിക്കുന്നു എന്നത് നാം അഭിമാനത്തോടുകൂടെ ഇവിടെ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ കൃതജ്ഞതയോടുകൂടെ വളരെ വിനയത്തോടുകൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. SNECക്ക് അതിന്റെ അക്കാദമിക് സംവിധാനത്തിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആദ്യമായി മാനേജ്മെന്റിനോടും ഇവിടുത്തെ അധ്യാപകരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, SNEC ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ പെട്ടെന്നെടുക്കുന്ന തീരുമാനമല്ല. അക്കാദമിക് കൗൺസിൽ, കഴിഞ്ഞ അക്കാദമിക് കൗൺസിൽ 53ാമത്തെ അക്കാദമിക് കൗൺസിൽ ആയിരുന്നു. ഓരോ മാസവും ഒരു അക്കാദമിക് കൗൺസിൽ നിർബന്ധമായും കൂടിയിരിക്കും, ആവശ്യമെങ്കിൽ ഒന്നിലധികം കൂടും. അങ്ങനെ 53ാമത്തെ അക്കാദമിക് കൗൺസിലും കഴിഞ്ഞു. അതിനിടയ്ക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് ബോർഡുകൾ അതിന്റെ കീഴിൽ. ഇതൊക്കെ പലവട്ടം ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ വിദഗ്ധർ ഏറ്റവും മനോഹരമായി നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനത്തെ, കാലോചിതമായ സംവിധാനത്തെ, പാരമ്പര്യ മൂല്യങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ നടത്താൻ കഴിയുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് SNECയുടെ വിദ്യാഭ്യാസ സംവിധാനം വിജയിക്കുക എന്ന് മാത്രമല്ല, SNEC മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കൂടിയാണ്. കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പഠിഞ്ഞാൽ പിന്നെ ദീനൊക്കെ വലിച്ചെറിയണം, പിന്നീട് ദീനില്ലാത്തൊരു സമൂഹമാവണം എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ദീനിന്റെ ഉസൂലുകളിൽ, പാരമ്പര്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന തികഞ്ഞ വിദ്യാഭ്യാസമുള്ളവരാക്കി, പ്രഗത്ഭരാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ കൃത്യമായ അജണ്ട SNECക്കുണ്ട്. ഇന്നലെ ഞങ്ങൾ ഈ പ്ലസ് സ്ട്രീമുകളുടെ മാനേജ്മെന്റിന്റെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടെ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 3 വർഷമായി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ വർഷം SSLC എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. SSLCയിൽ പൂർണ്ണ വിജയം നേടാൻ നമ്മുടെ ആത്മീയത അതേ അർത്ഥത്തിൽ നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ സിയും നമ്മുടെ വിശുദ്ധിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ SNECയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായി SNEC തയ്യാർ ചെയ്ത ആ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ വിളിച്ച മാനേജ്മെന്റ് മീറ്റ്. അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വിഷയവും അതിന്റെ എക്സ്പേർട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അഖീദയിൽ എക്സ്പേർട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഫിഖ്ഹിന്റെ ഇമാമിങ്ങളെ
കാര്യങ്ങളെ നമ്മൾ അഖീദയിൽ ഇമാമാക്കാറില്ല. എന്തുകൊണ്ടാണ്? അഖീദയിൽ അതിൽ തഖസ്സുസ് ഉള്ളവരായിരിക്കണം. എന്നതുപോലെ ഈ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം നൽകേണ്ടത് ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ബിരുദം എടുത്തു വന്നവരല്ല, ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരെ തന്നെ വെക്കണമെന്ന് കർശനമായ നിർദ്ദേശമാണ് SNECക്കുള്ളത്. അങ്ങനെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ പ്രാവീണ്യം നേടിയവരായിരിക്കണം. അവരെ തേടി പിടിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകണം. അങ്ങനെ രണ്ട് വിദ്യാഭ്യാസവും കൃത്യമായി മനോഹരമായി അവർക്ക് നൽകുകയും അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അഭിമാനം കൊള്ളുകയും, ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു സുന്നിയാണ്, ഇതെന്റെ അഭിമാനമാണ്, ഈ തലയെക്കെട്ടും ഈ വസ്ത്രവും എന്റെ ഐഡന്റിറ്റിയാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് SNECയുടെ ലക്ഷ്യം. ആ SNEC വിദ്യാർത്ഥികൾക്ക് അഭിമാനമായി മാറാനുള്ള കാരണവും അത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ സംവിധാനത്തിൽ 12 സ്ട്രീമുകളുണ്ട്. 12 സ്ട്രീമുകൾ ഇന്ന് നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് 2 or 3 പ്രാവശ്യം അടുത്ത 2 സ്ട്രീമിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ഇനിയും അത് വർദ്ധിക്കാൻ പോവുകയാണ്. 12 സ്ട്രീമുകൾ ചുരുക്കി മനസ്സിലാക്കാനുള്ളത്, ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം, മാന്യമായി നൽകുന്നതോടൊപ്പം, ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന്റെ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ആൺകുട്ടികൾക്ക് ശരീഅ, പെൺകുട്ടികൾക്ക് ഷീ എന്ന് പറയുന്ന 2 സംവിധാനങ്ങൾ. ആൺകുട്ടികൾക്ക് ശരീഅ, പെൺകുട്ടികൾക്ക് ഷീ എന്ന് പറയുന്ന 2 സംവിധാനങ്ങൾ. ഇത് രണ്ടും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ളതാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ട്രീമിലുണ്ട്. അത് തന്നെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8 മുതൽ പഠിപ്പിക്കുന്ന ശരീഅ പ്ലസ് ഷീ പ്ലസ് 4 സംവിധാനങ്ങളായി. ഈ രണ്ടിന്റെയും മുഖമുദ്ര ദീനി ഉലൂമുകളാണ്. മതവിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി വ്യവസ്ഥാപിതമായി അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക് നൽകിക്കൊണ്ട് അവരെ കൃത്യമായി കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പരിശുദ്ധമായ ദീനിനെ ഇവിടെ പ്രബോധനം ചെയ്യാൻ കഴിയുന്ന, ആരടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാനടാ എന്ന് പറയാനുള്ള ധൈര്യമുള്ള, എല്ലാ അർത്ഥത്തിലും എല്ലാ വിജ്ഞാനീയങ്ങളിലും പാണ്ഡിത്യമുള്ള, നൈപുണ്യമുള്ള മതപണ്ഡിതന്മാർക്കുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള സ്ട്രീമുകളാണ് ശരീഅ, ഷീ, അതിന്റെ പ്ലസുകളും. പിന്നീട് ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവർക്ക് നീറ്റ് കോച്ചിങ് അടക്കം നൽകി അവരെ കീം പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് അവരെ യോഗ്യരാക്കുന്ന വിധത്തിൽ 66% ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി. ബാക്കി സമയം ദീനി വിദ്യാഭ്യാസവും തെർബിയത്തും നൽകുന്ന മറ്റൊരു സംവിധാനത്തിന്റെ പേരാണ് ലൈഫ് സ്ട്രീം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ 3 കൊല്ലമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ കീം പരീക്ഷയിൽ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടി എന്നത് അഭിമാനകരമാണ്. മാത്രമല്ല, അതുപോലെ തന്നെ ജെഇ പരീക്ഷയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾ ഏകദേശം 8 ബോയ്സും അതിലധികം ഗേൾസും അവർ അർഹത നേടി എന്നത് അഭിമാനകരമായ സമസ്തയുടെ ബറക്കത്ത് കൊണ്ട് മാത്രം നേടിയതാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നീറ്റും അങ്ങനെ നേടേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ നീറ്റ് പരീക്ഷ ഇവിടെ വികലമായി പിന്നീട് സമയം കഴിഞ്ഞത് മറ്റൊരു സമയത്താണ് അത് നടന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. നമ്മുടെ അതിന്റെ അക്കാദമിക് സംവിധാനത്തിന്റെ നല്ല പെർഫോമൻസ് കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ സംവിധാനത്തിൽ പഠിച്ച പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം SNEC തന്നെ റിപ്പീറ്റേഴ്സ് കോഴ്സ് കൂടി തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം റിപ്പീറ്റേഴ്സ് നീറ്റ് കോച്ചിങ് കൂടി നൽകാൻ തീരുമാനിച്ചു. അതിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ തുടങ്ങി വിശദമായി
വിശദമായി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വല്ലാതെ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ 3 വർഷം കൊണ്ട് ഈ SNEC നേടിയ ഗുണങ്ങളിൽ, ഒരുപാട് നേട്ടങ്ങളിൽ പ്രധാനമായി എണ്ണി പറയാനുള്ളതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നത് ഒന്ന് അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ, അതിന്റെ റെക്ടർ ആയിരുന്നു. മറ്റൊന്ന് റാബിത്തത്തുൽ ജാമിഅത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും ഈജിപ്തിന്റെ മുൻ IT മന്ത്രിയുമായ സാമി ഷെരീഫ് ആയിരുന്നു. അദ്ദേഹം വന്നത് എന്തിനാണെന്നറിയോ? യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നില്ല. അദ്ദേഹം വന്നത് SNECയും ഈ ലീഗും തമ്മിൽ കരാർ ഒപ്പിടാനായിരുന്നു. ഞങ്ങളത് സമസ്ത സമ്മേളനത്തിനനുസരിച്ചാക്കി സമ്മേളനത്തിലും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. ലോകത്തെ തലയെടുപ്പുള്ള 200-ലധികം യൂണിവേഴ്സിറ്റികളുടെ കൂട്ടായ്മയായ നമ്മുടെ റാബിത്ത്, അതിൽ പല തരത്തിലുള്ളതുമുണ്ട്. അതിൽ നമുക്ക് നല്ലത് തെരഞ്ഞെടുക്കാം. ആ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, അതിന്റെ ഹെഡ് റാബിത്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് സാമി ഷെരീഫ്. അദ്ദേഹവും ഈ 200-ലധികം വരുന്ന യൂണിവേഴ്സിറ്റികളുടെ കൂട്ടായ്മയായ ലീഗിൽ SNECക്ക് ഒരംഗമാവാൻ വെറും 3 വർഷമേ വേണ്ടി വന്നുള്ളൂ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഒരു തൗഫീഖ് മാത്രമാണെന്നാണ്. മറ്റു പലരും 10ഉം 15ഉം വർഷമായിട്ട് ചെയ്തതിനെ വലിയ ആഘോഷിക്കുമ്പോൾ നമ്മൾ അതൊന്നും ആഘോഷിക്കാൻ നിന്നിട്ടില്ല. ഈ വിദ്യാർത്ഥികളിൽ ആത്മാഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി, ഇതിന്റെ പ്രവർത്തകരിൽ, ഇതിന്റെ മാനേജ്മെന്റിൽ, ഇതിന്റെ ഉസ്താദുമാരിൽ ആത്മാഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി, ആത്മധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇതിന്റെ നിയമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പൂർത്തീകരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വട്ടം തലങ്ങും വിലങ്ങും ചർച്ച ചെയ്ത് ഒരു വിഷയം വരുമ്പോൾ അതിന്റെ പ്ലസും മൈനസും ചർച്ച ചെയ്തുകൊണ്ട് അവസാനം ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്താൽ അത് നേരിട്ട് ഈ സംവിധാനത്തെ അറിയിക്കും. ഓരോ സ്ഥാപനങ്ങളെയും രേഖാമൂലം അറിയിക്കും. അത് അറിയിച്ചാൽ പിന്നീട് അതിൽ കോംപ്രമൈസ് ഉണ്ടാവുകയില്ല. കൃത്യമായി സ്ഥാപനം അത് നടപ്പിലാക്കിക്കൊള്ളണം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റൊരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതിന്റെ ചാനലുണ്ട്. അത് ചർച്ച ചെയ്ത് മാറ്റം വരുത്തേണ്ടത് വരുത്തും. അതിലൊന്നും നമുക്ക് യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ ഒരു തീരുമാനമെടുത്ത് സന്ദേശമെത്തിയാൽ അത് കൃത്യമായി ശ്രദ്ധിക്കുകയും അതിന് റെസ്പോൺസ് ചെയ്യുകയും അതനുസരിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹു അനുഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിലെ പുതിയ തലമുറക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്തായ ഒരു സംവിധാനമായി നമുക്കിത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിന് കൂട്ടായ പ്രയത്നമാണ്. നമ്മളൊരു കുടുംബമാണ് എന്ന ബോധത്തോടുകൂടെ ഇതിനൊരു കോട്ടം വന്നാൽ അത് എന്റെയും കൂടി കുറവാണ്. ഇതിന്റെ വിജയമൊക്കെ എന്റെയും കൂടി വിജയമാണ്, എന്റെയും കൂടി അഭിമാനമാണ് എന്ന ഒരു ബോധത്തോടുകൂടെ ഒരു കുടുംബമായി, ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി സേവനം ചെയ്ത, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവിടുത്തെ ഉമറാക്കൾക്കും ഇവിടുത്തെ പണ്ഡിതന്മാർക്കും നേതൃത്വത്തിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ചു ഈ മഹത്തായ ഈ വിജ്ഞാന പ്രവർത്തനം, ഈ യാത്ര നമുക്ക് തുടരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.